ഇത് കേരളത്തിലെ ആരോഗ്യ മേഖല നാഥനില്ലാ കളരിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപകടം നടന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒറ്റ വാചകം, അവിടെ ആരുമില്ല, അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല. മുഖ്യമന്ത്രിയുടെ മോഡലാണ്. കേരള മോഡലിനെ എവിടെയെങ്കിലും ദുരന്തം വന്നാലും ആക്രമിക്കപ്പെട്ടാലും ന്യായീകരിക്കേണ്ടതാണ് നമ്മുടെ ജോലി എന്നാണ് മന്ത്രിമാർ ധരിക്കുന്നത്. അല്ലാതെ അവിടുത്തെ യഥാസ്ഥിതി മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തി ഏത് ഒഴിഞ്ഞ കെട്ടിടമായിക്കോട്ടെ അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? അതിനകത്ത് ആരും കുടുങ്ങിയിട്ടണോ അല്ല നോക്കേണ്ടത്. ഇത് കുടുങ്ങിയിട്ടില്ലാന്നങ്ങ് പ്രഖ്യാപിച്ചിട്ട് രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് വെക്കുകയാണോ ചെയ്യേണ്ടത്? കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചു പോവുകയാണ്, കെട്ടിടം നശിച്ചു പോവുകയാണ്. ഇത് PWDയും ആരോഗ്യവകുപ്പും തമ്മിലുള്ള ചെറിയ തർക്കമാണ്. ഇത് പരിഹരിക്കാൻ ഇനി ക്യാബിനറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് പരിഹരിച്ചിട്ട് PWDയെ കൊണ്ട് അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ഇന്ന് വരെ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ജൂലൈ 3-ാം തീയതി, ഇന്ന് വരെ ഒരടി, കഴിഞ്ഞ ദിവസം HDS മീറ്റിംഗ് കൂടി ഇപ്പോൾ നടപടിയായിട്ടില്ല, എടുക്കാൻ പോകും. ഇതാണ് ഈ സർക്കാരിൻ്റെ ശൈലി. ഒരു വർഷമായിട്ട് ഒരു കത്ത് MP കൊടുത്തിട്ട് എന്തിനാ ന്യായമായ കാര്യത്തിന് നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാക്കി, ആധുനിക ഉപകരണങ്ങൾ വാങ്ങി ഉണ്ടാക്കിയ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഈഗോ കാരണം പരസ്പരം ഏറ്റെടുക്കാത്ത വകുപ്പുകളെ ഒന്ന് സംയോജിപ്പിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാവാത്ത സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് ഇവർക്കുള്ള ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പൊതുജനാരോഗ്യ രംഗം മാറ്റി അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. ഈ ഡോക്ടർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയായ കാര്യങ്ങൾ പലരും പറയുന്നില്ല. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ മെഡിക്കൽ കോളേജുകളും ഒരു ഓഡിറ്റ് നടത്തണം, ബിൽഡിംഗ് ഓഡിറ്റ് നടത്തണം. എവിടെയൊക്കെ തകരാൻ സാധ്യതയുള്ള കെട്ടിടം കൊണ്ട് എത്ര കാലമായി മെയിൻ്റനൻസ് നടക്കാത്ത കെട്ടിടങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. മന്ത്രിമാർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. അവിടെ ആളില്ല എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചത് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പാകപ്പിഴയാണ് എന്ന് സംശയം. എന്തുകൊണ്ട് ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള സംഭവം നടന്നിടത്ത് മന്ത്രി എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം വൈകിച്ചു? അതിന് മന്ത്രി സമാധാനം പറഞ്ഞേ മതിയാവും.